Hi friends, we will do a Wi-Fi 6 router unboxing. Wi-Fi 6 router is dealing in Eagle Pro AI AX1500 smart router R15 unboxing review configuration wired wireless router. Starting level Wi-Fi 6 starting level router. That's an affordable router. So, the configuration is wireless configure. This is dealing in the Eagle Pro AI AX1500 smart router box. Router back side, we have a picture. That is mesh use mesh Wi-Fi add devices. That is this router we നമുക്ക് ഡിവൈസസ് ഇതിന്റെ കൂടെ ആഡ് ചെയ്യാം മെഷ് പോലെ ആഡ് ചെയ്ത് ഒറ്റ പേരിൽ തന്നെ വർക്ക് ചെയ്യിക്കുന്നത് ഒറ്റ പേരും ഒരു SSIDയും ഒരു പേരും ഒരു പാസ്വേഡും അതായത് ഒരു SSIDയും പാസ്വേഡും നമുക്ക് ഉപയോഗിച്ച് ഇതിന്റെ എൻറ്റയർ വീട് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും എന്നതാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഈ മെഷ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക ആ മെഷ് ആയിട്ട് ആഡ് ചെയ്യാൻ സാധിക്കുന്ന ഡിവൈസുകളായിരിക്കണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ R1 സീരീസിലുള്ളതും അല്ലെങ്കിൽ D-Linkന്റെ TP-Linkന്റെ ഒക്കെ മെഷ് ഫംഗ്ഷൻ വരുന്ന എക്സ്റ്റൻഡറുകളും റൂട്ടറുകളും ഉണ്ട്. അതൊക്കെയാണ് ഇതിൻ്റെ ഒപ്പം ആഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഇതിൻ്റെ ബോക്സ് തുറന്നു കഴിഞ്ഞാൽ ഇതുപോലെയാണ് കാണുന്നത്. ഇതിൽ ഒരു ചാർജർ ഉണ്ടാകും. ഇതിപ്പോൾ ഞാൻ അഴിച്ചിട്ടുണ്ട്, അതിൻ്റെയാണ് ഇപ്പോൾ അഴിഞ്ഞെടുക്കുന്നത്. ഒരു ചാർജർ, ഒരു ഡാറ്റ കേബിള്, അതിന് പുറമെ ഈ ഒരു ഡിവൈസ്. ഇതാണ് നമ്മുടെ R15 D-Link R15 Wi-Fi 6 റൂട്ടർ. ഇതുപോലെ 4 ആൻറ്റിനയുമായിട്ടാണ് ഈ ഡിവൈസ് വരുന്നത്. അത്യാവശ്യം നല്ല പവർഫുള്ളായിട്ടുള്ള ഒരു ഡിവൈസ് ആണെന്നാണ് കേട്ടത്. നമുക്ക് എന്തായാലും കോൺഫിഗറേഷൻ ചെയ്ത് നോക്കാം. D-Linkന്റെ R15 എന്നാണ് ഇതിൻ്റെ മോഡലിൻ്റെ പേര്. ഇതാണ് ആ ഡിവൈസ് കാണുന്നത്. ഡിവൈസിൽ ഇത്രയും സാധനങ്ങളാണ് ഉള്ളത്, കൂടാതെ ഒരു മാനുവൽ ഗൈഡും ഉണ്ട്. സോ ഇത്രയും സാധനങ്ങളാണ് ഡിവൈസിലുള്ളത്. ഇനിയിപ്പോൾ ഇതിൻ്റെ കോൺഫിഗറേഷൻ നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമ്മൾ ഈ ഒരു ഡിവൈസ് അതായത് R15 പവർഡ് അപ്പ് ചെയ്യാം. ചാർജർ കണക്ട് ചെയ്തതിന് ശേഷം ഇത് പവർ അപ്പ് ചെയ്യാം, ഓൺ ചെയ്യാം. ഓൺ ചെയ്തതിന് ശേഷം നമ്മുടെ ബോക്സിൽ വന്നിരിക്കുന്ന ആ ഒരു എതർനെറ്റ് കേബിൾ, ആ ഒരു RJ45ൻ്റെ ഒരു എതർനെറ്റ് കേബിൾ ഉണ്ടാവും. ആ കേബിൾ കണക്ട് ചെയ്യാം. ആ കേബിൾ നമ്മുടെ റൂട്ടറിൽ ആദ്യം കണക്ട് ചെയ്യുക. റൂട്ടറിൻ്റെ ബാക്കിലായിട്ട് ഇതിൻ്റെ എതർനെറ്റ് പോർട്ട്സ് ഉണ്ടാവും. ശ്രദ്ധിക്കുക, ആ ഒരു എതർനെറ്റ്, ഈ കാണുന്ന എതർനെറ്റ് പോർട്ട്സ് ഉണ്ടാവും. ഇതിനകത്ത് ഒരു കളർ മാത്രം യെല്ലോ കളറായിട്ടൊരു പോർട്ട് കാണാം. അതാണ് വാൻ പോർട്ട്. അവിടെ വേണം നമ്മളിത് കണക്ട് ചെയ്യാനായിട്ട്. പോർട്ട് മാറിപ്പോകരുത്. ഈ ഒരു വാൻ പോർട്ടിൽ വേണം കണക്ട് ചെയ്യാൻ. ബാക്കിയുള്ള ഈ കാണുന്ന 4 പോർട്ടും ഔട്ടാണ്. അതായത് ഇതിൽ നിന്ന് നമുക്കൊരു കമ്പ്യൂട്ടറിലോട്ടോ വേറെ ലാൻ വഴിയൊക്കെ എതർനെറ്റ് ഔട്ട് എടുക്കാവുന്നതാണത്. അപ്പോൾ ഈ ഒരു വാൻ പോർട്ടിൽ തന്നെ ആ ഒരു കളർ വ്യത്യാസമുള്ള ആ ഒരു വാൻ പോർട്ടിൽ തന്നെ അത് കണക്ട് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ അപ്പുറത്തെ അറ്റം, അതായത് അടുത്ത അറ്റം നമ്മളുടെ വീട്ടിലെ ഏത് മോഡത്തിൽ നിന്നാണ് നമ്മൾ ഇതിനെ എക്സ്റ്റെൻഡ് ചെയ്യാൻ, അതായത് വൈഫൈ എക്സ്റ്റെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ആ ഒരു മോഡത്തിൽ നമ്മൾ കണക്ട് ചെയ്യുക. ഇവിടെ ഇപ്പോൾ ഈ നെറ്റ്ലിങ്കിൻ്റെ മോഡത്തിൽ നിന്നാണ് ഞാനത് വൈഫൈ എക്സ്റ്റെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആ ഒരു പോർട്ടിൽ, അതിൻ്റെ മോഡത്തിൻ്റെ നമുക്ക് ഏത് പോർട്ടിൽ വേണമെങ്കിലും കണക്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ ഇപ്പോൾ ഒരു പോർട്ടിൽ ഞാൻ ഒരു TV കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത പോർട്ടിൽ നമ്മൾ ഈ ഒരു ലാൻ കേബിൾ കണക്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇത് എതർനെറ്റ് വഴി കണക്ഷൻ ഇവിടെ കൊടുത്തു. അപ്പോൾ ഈ ഓരോരോ ലൈറ്റുകളായിട്ട് നമുക്കിവിടെ കാണാം, ഓരോരോ ലൈറ്റുകളായിട്ട് കത്തും. അതായത് ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇപ്പോൾ എല്ലാ ലൈറ്റും കത്തി, അതായത് ഇതിനകത്ത് ചാലുവായി, ഓൾറെഡി തന്നെ നെറ്റ് ആക്റ്റീവായി. നമ്മളൊന്നും ചെയ്യാതെ തന്നെ നമുക്ക് ഇതിൻ്റെ നെറ്റ് ഇവിടെ കിട്ടും. അതായത് ജസ്റ്റ് അതിൻ്റെ വൈഫൈയുടെ പേരും പാസ്വേഡും കൊടുത്താൽ മാത്രം നമുക്ക് മതി, നമുക്ക് നെറ്റ് ഓണായി കിട്ടും എന്നുള്ളതാണ് ഈ ഒരു റൂട്ടറുകളുടെയൊക്കെ ഒരു പ്രത്യേകത. നമ്മൾ ജസ്റ്റ് വയർഡ് കണക്ട് ചെയ്യുമ്പോൾ തന്നെ ഈ ഒരു നെറ്റ് വയർ കണക്ഷനിലെ ഒരു പ്രത്യേകതയാണ്. ഇപ്പോൾ ഒരു പേര് ഇവിടെ നിങ്ങൾക്ക് കാണിക്കണം, അതായത് R15 എന്ന് പറഞ്ഞ വൈഫൈ എടുത്ത് കഴിഞ്ഞപ്പോൾ ഈ ഒരു മൊബൈലിൽ നിങ്ങൾക്ക് കാണാം R15 എന്ന് പറഞ്ഞാൽ ഈ ഇതിൻ്റെ ഒരു പേര് കാണിക്കുക. അപ്പോൾ ഇതിൻ്റെ പാസ്വേഡ് ആ ഒരു റൂട്ടറിൻ്റെ പുറകിലുണ്ടാവും. ആ ഒരു പാസ്വേഡ് കണക്ട് ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് ആ ഒരു റൂട്ടറിൽ നമ്മുടെ നെറ്റ്ലിങ്കിൻ്റെ മോഡത്തിൽ നിന്നുള്ള കണക്ഷൻ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. പക്ഷേ നമ്മൾ അങ്ങനെയല്ല ചെയ്യേണ്ടത്. നമ്മൾ ആ ആപ്ലിക്കേഷനിൽ കയറിയിട്ട് നമ്മളിതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്, പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് നമ്മളതിൻ്റെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. ഈഗിൾ പ്രോ AI എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഈ ഒരു റൂട്ടറിനുണ്ട്. എല്ലാ D-Linkന്റെ റൂട്ടറിനും ഈ ഒരു ആപ്ലിക്കേഷനുണ്ട്. TP-Link ആണെങ്കിലും അതിനെല്ലാം ഒരു ആപ്ലിക്കേഷൻ ഉണ്ടാവും. ആപ്ലിക്കേഷൻ ത്രൂ തന്നെ ചെയ്യാൻ നോക്കുക, റൂട്ടറുകൾ കോൺഫിഗറേഷൻ ചെയ്യാൻ നോക്കുക. അതിനകത്തായിരിക്കും കൂടുതൽ ഫംഗ്ഷൻസും കാര്യങ്ങളൊക്കെ കാണിക്കുന്നതും പ്രോപ്പർ ഇൻസ്റ്റലേഷൻ നടക്കുന്നതും ആ ഒരു ആപ്ലിക്കേഷൻ മുഖേനയായിരിക്കും. സോ നമ്മൾ ആ ഒരു ആപ്ലിക്കേഷൻ ഇതുപോലെ പ്ലേ സ്റ്റോറിൽ നിന്നും സെലക്ട് ചെയ്തതിന് ശേഷം അത് ഡൗൺലോഡ് ചെയ്യാം.
ഇപ്പോൾ ഈ കാണുന്ന, അതായത് ഈ റൂട്ടറിൻ്റെ പുറകിൽ കാണുന്ന ഇതിനകത്തും നമ്മുടെ ആ ഒരു വൈഫൈയുടെ പേരും പാസ്വേഡൊക്കെ ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ഡയറക്റ്റായിട്ട് കണക്റ്റ് ആവുമെന്ന് പറഞ്ഞതും. ഡയറക്റ്റായിട്ട് കണക്റ്റ് ആവുന്നതല്ല, ഡയറക്റ്റായിട്ട് നമുക്ക് നെറ്റ് ചാലു ആവും. ജസ്റ്റ് ഈ ഒരു പാസ്വേഡ് അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കണക്ഷൻ എസ്റ്റാബ്ലിഷ്ഡ് ആവും. പക്ഷേ നമുക്ക് ഇതുപോലെ ഒരു ആപ്ലിക്കേഷൻ, അതായത് ഈ ഒരു ഡീലിങ്ങിൻ്റെ ആപ്ലിക്കേഷൻ, എല്ലാ റൂട്ടറിനും അതിൻ്റേതായിട്ടുള്ള ആപ്ലിക്കേഷൻ ഉണ്ടാവും. ആപ്ലിക്കേഷൻ നമ്മൾ ഡൗൺലോഡ് ചെയ്യും. ഇപ്പോൾ ഇവിടെ ഈ ഒരു ഈഗിൾ പ്രോൻ്റെ AI ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തു, ഓപ്പൺ കൊടുക്കുകയാണ്. ഓപ്പൺ കൊടുക്കുമ്പോൾ ഇതുപോലെ ആ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ആവും. കുറച്ച് ടൈം എടുക്കും അതിൻ്റെ ഓപ്പൺ ആയി വരാനായിട്ട്. സോ നമുക്ക് അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അതായത് ആപ്ലിക്കേഷൻ വഴി നമുക്ക് അതിൻ്റെ ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് ഇൻസ്റ്റലേഷനാണ്. ആദ്യ ആപ്ലിക്കേഷൻ അതിൻ്റെ രജിസ്ട്രേഷൻ ചോദിക്കും. അതായത് മെയിൽ ID വെച്ചിട്ടോ ഫേസ്ബുക്ക് ID വെച്ചിട്ടോ നമുക്കതിന് രജിസ്ട്രേഷൻ ചെയ്യാം. ഇപ്പോൾ നമുക്ക് നമ്മുടെ നോർമൽ ആപ്ലിക്കേഷൻ രജിസ്ട്രേഷൻ ചെയ്യുന്നത് തന്നെയാണ് ഇത് രജിസ്ട്രേഷൻ ചെയ്യുന്നത്. അത് ചെയ്തതിന് ശേഷം നമുക്കിതുപോലെ ഓരോ പെർമിഷൻ ചോദിക്കും. പെർമിഷൻ ചോദിക്കുമ്പോൾ നമ്മളത് അലോ കൊടുക്കുക. അതിൻ്റെ ഓരോന്നായിട്ട് 1 by 1 ആയിട്ട് ഓരോ പെർമിഷൻ അത് ചോദിക്കും. ചിലപ്പോൾ ലൊക്കേഷൻ ആയിരിക്കാം, അതിൻ്റെ ആക്സസ് ചെയ്യാനായിട്ടുള്ള ഓരോരോ കാര്യങ്ങളുടെ പെർമിഷനാണ്. അപ്പോൾ അതിൻ്റെ നോർമൽ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് പെർമിഷൻ കൊടുക്കുന്നത്, അത്തരത്തിലുള്ള പെർമിഷൻ തന്നെയാണ് ഈ ചോദിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒഫീഷ്യൽ ആപ്പ് തന്നെയാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പെർമിഷൻ എല്ലാം കൊടുക്കുക. നെക്സ്റ്റ് അടിച്ചിട്ട് ഇത് ആ ഒരു കോൺഫിഗറേഷനിലെ പേജിലോട്ട് ചെല്ലുക. അപ്പോൾ അലോ കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇതുപോലൊരു ഇൻസ്റ്റാൾ ന്യൂ ഡിവൈസ് എന്ന് പറഞ്ഞൊരു പ്ലസിൻ്റെ ഐക്കൺ കാണും. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്യുക. അതായത് നമ്മളൊരു ഡിവൈസ് പുതിയതായിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഒരു സ്കാൻ എന്ന് പറഞ്ഞൊരു ബട്ടൺ കാണും. അതിനകത്ത് സ്കാൻ ചെയ്യുക. ഈ സ്കാൻ ചെയ്യണതിനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വൈഫൈയുടെ പാസ്വേഡൊന്നും ഡിഫോൾട്ടുള്ള പാസ്വേഡൊന്നും കണക്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷനായിട്ട് ഈ ഒരു റൂട്ടറിനെ പെയർ ചെയ്യണമെങ്കിൽ അതിൻ്റെ വൈഫൈ കണക്റ്റഡ് ആയിരിക്കണം. അത് മാനുവലി ചെയ്യുന്നതിന് പകരം നമുക്കിതുപോലെ സിമ്പിളായിട്ട് തന്നെ അതിൻ്റെ സ്കാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് ആപ്ലിക്കേഷനിലുള്ള ആ ഒരു സ്കാൻ ബട്ടണിലൂടെ സ്കാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിതുപോലെ സ്കാൻ ചെയ്തെടുക്കാം. അതായത് ഇങ്ങനെ സ്കാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി തന്നെ അത് പെയർ ആയിക്കോളും. അപ്പോൾ നമ്മുടെ അടുത്ത് 2 ഓപ്ഷൻസ് ചോദിക്കും. നിങ്ങളിപ്പോൾ റൗട്ടറായിട്ടാണോ, അതായത് സെറ്റ് ആസ് എ റൗട്ടർ ഓർ സെറ്റ് ആസ് എ റേഞ്ച് എക്സ്റ്റൻഡർ, ഈ രണ്ടിൽ ഏതായിട്ടാണ് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറയും. നമ്മളിവിടെ എത്തർനെറ്റ് കേബിൾ കൊടുത്താണ് സെറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ റൗട്ടർ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എക്സ്റ്റൻഡർ ആയിട്ടല്ല ചെയ്യുന്നത്, നമ്മളിവിടെ ചെയ്യുന്നത് റൗട്ടറായിട്ടാണ്. അപ്പോൾ ആ ഒരു റൗട്ടർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മളടുത്ത് കുറച്ച് നോട്ടിഫിക്കേഷൻസ് വരും. അതായത് നിങ്ങൾ പവർ ഓൺ ചെയ്തിട്ടുണ്ടോ, അതായത് മോഡം ഓൺ ആണോ, മോഡം ഓഫ് ആണോ, അല്ലെങ്കിൽ അതൊക്കെ നമുക്ക് നെക്സ്റ്റ് അടിച്ചു കൊടുക്കാം. കണക്ട് ചെയ്തിട്ടുണ്ടോ കേബിൾ, മോഡത്തിൽ നിന്നും റൂട്ടറിലോട്ട് എത്തർനെറ്റ് കേബിൾ കണക്ട് ചെയ്തിട്ടുണ്ടോ. അപ്പോൾ അതൊക്കെ നമ്മൾ ഇതുപോലെ ജസ്റ്റ് നെക്സ്റ്റ് കുടിച്ചു കൊടുക്കുക. പവർ ഓൺ ആയിട്ടുണ്ടെന്ന് വീണ്ടും ചോദിക്കും. നമുക്കതുപോലെ തന്നെ നെക്സ്റ്റ് കുടിച്ചു കൊടുത്ത് നോർമലി ഒരു ആപ്ലിക്കേഷൻസൊക്കെ ചോദിക്കുന്ന പോലെ വായിച്ച് നോക്കി നമുക്ക് ചെയ്യാനുള്ളൂ. നെക്സ്റ്റ് അടിച്ചു കൊടുക്കുക. എന്നിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യുമ്പോൾ ഇതിനകത്തൊരു അലോ കൊടുക്കുക. അതായത് നമ്മുടെ വൈഫൈ കണക്ട് ചെയ്തോട്ടെ എന്ന് ചോദിക്കുകയാണ്. ചില മൊബൈലിൽ ഓട്ടോമാറ്റിക്കലി തന്നെ കണക്റ്റ് ആയിക്കോളും. ഇങ്ങനത്തെ ഒരു പോപ്പപ്പ് വരണം എന്നില്ല. അപ്പോൾ അത് കണക്റ്റ് ആവാനായിട്ട് കുറച്ച് ടൈം എടുക്കും. നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക. ആ ഒരു കണക്റ്റിംഗ് ടൈമാണ് കാണുന്നത്. അപ്പോൾ അതൊരു ഐഡൻറ്റിഫൈ ചെയ്യാൻ, അതായത് ഒരു പാസ്വേഡുമായിട്ട് നമ്മുടെ ഈ ഒരു ആപ്ലിക്കേഷൻ ഈ ഒരു റൂട്ടറുമായിട്ട് പെയർ ആവുന്ന ആ ഒരു ചെറിയൊരു ടൈമാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്യുക. അതൊന്ന് അവിടെ വരെ നമുക്ക് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. കാരണം അത് പെയർ ആയിട്ട് ഈ ആപ്ലിക്കേഷൻ മുഖേന ചെയ്താലാണ് നമുക്ക് ആ ഒരു പ്രോപ്പർ എഫക്റ്റ് കിട്ടുന്നത്, അതായത് പ്രോപ്പറായിട്ട് ഇൻസ്റ്റലേഷൻ കംപ്ലീറ്റ് ആവുന്നത്. അപ്പോൾ അത് നമ്മൾ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് കാണാൻ സാധിക്കും ഓരോരോ ലൈറ്റുകൾ മിന്നി മറയുന്നത്. അപ്പോൾ അതിനുശേഷം നമ്മുടെ അടുത്ത് ഇപ്പോൾ പുതിയ പാസ്വേഡ് ഇടണോ അല്ലെങ്കിൽ ഓൾറെഡി പാസ്വേഡ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കും. അത് മതിയോ. അപ്പോൾ നമ്മൾ എന്തായാലും പുതിയൊരു പാസ്വേഡ് റൂട്ടർക്ക് സെറ്റ് ചെയ്യാനായിട്ടുള്ള, അപ്പോൾ ഐ ഡോണ്ട് ഹാവ് ദം എന്നുള്ള പാസ്വേഡ് നമുക്ക് പുതിയതായിട്ട് തന്നെ സെറ്റ് ചെയ്യേണ്ടത് നമ്മളുടെ അടുത്ത് വേറെ ഇല്ല എന്നുള്ള ഒരു ഓപ്ഷൻസിലോട്ട് തന്നെ നമ്മളത് സെലക്ട് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ പാസ്വേഡ് സെറ്റ് ചെയ്യുന്ന ആ ഒരു പോർഷനിലോട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അത് നമ്മൾ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ അടുത്ത് ഒരു പാസ്വേഡ്, അതായത് SSIDയും പാസ്വേഡ് നമ്മൾ തെളിഞ്ഞു വരും. ഈ കാണുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിഫോൾട്ട്, അതിൻ്റെ ബാക്കിൽ കാണുന്ന അതിൻ്റെ ഡിഫോൾട്ട് പേരും പാസ്വേഡും, യൂസർ നെയിം, അതായത് വൈഫൈയുടെ പേരും പാസ്വേഡുമാണ് ആ കണ്ടിട്ടുള്ളത്. നമുക്കത് ഒന്ന് ചേഞ്ച് ചെയ്യാം. പാസ്വേഡ്, ഈ കാണുന്ന പാസ്വേഡ് മാറ്റിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള പാസ്വേഡ്, നമ്മുടേതായിട്ടുള്ള ഒരു പാസ്വേഡ്, അതിപ്പോൾ ന്യൂമറിക്കലാവാം, ന്യൂമറിക്കലും ആൽഫബറ്റിക്കും സ്പെഷ്യൽ ക്യാരക്ടേഴ്സൊക്കെ ചേർന്നിട്ടുള്ള ഒരു ടഫായിട്ടുള്ളൊരു പാസ്വേഡ് നമുക്കിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ജസ്റ്റ് ഒരു സിമ്പിൾ ഒരു ടെസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ അടിക്കണമെന്നുള്ളൂ. നമുക്ക് ഇഷ്ടമുള്ള പാസ്വേഡ് നമ്മൾ അടിക്കുക. പാസ്വേഡ് അടിക്കുമ്പോൾ ശ്രദ്ധിക്കുക 8 8-ലധികമോ നമ്പേഴ്സ് അല്ലെങ്കിൽ ലെറ്റേഴ്സ് ആയാലും നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അതിനകത്ത് തന്നെ നമ്പേഴ്സും ലെറ്റേഴ്സും സ്പെഷ്യൽ ക്യാരക്ടേഴ്സൊക്കെ ഉള്ളൊരു ടഫായിട്ടുള്ളൊരു പാസ്വേഡ് തന്നെ ഇടാനായിട്ട് ശ്രദ്ധിക്കുക. പേരും അതുപോലെ തന്നെ
ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്യുക. നമുക്ക് ഇഷ്ടമുള്ള പേരിടാം. ബെസ്റ്റ് എന്താണ് ഇപ്പോൾ നമ്മളിവിടെ ഒരു R15 തന്നെ ഈ ഒരു റൂട്ടറിൻ്റെ പേര് തന്നെയാണ് ഇവിടെ കൊടുക്കുന്നത്. അപ്പോൾ അത് പേര് മാറ്റിയിട്ട് നമുക്ക് ഏത് പേര്, അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പേര് എന്താണെങ്കിലും കൊടുക്കുക. അതായത് തന്നെ ഇതിപ്പോൾ 7 നമ്പേഴ്സ് ഉണ്ടായുള്ളൂ. അപ്പോൾ 8 നമ്പേഴ്സ് വെച്ച് ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പോലെ ഒന്ന് ടൈപ്പ് ചെയ്യണമെന്നുള്ളൂ നിങ്ങളെ കാണിക്കാനായിട്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാസ്വേഡ് നിങ്ങൾക്ക് അവിടെ ടൈപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത്ര അടിച്ചതിന് ശേഷം ഇതിനകത്ത് നെക്സ്റ്റ് കൊടുക്കുക. അതായത് ആ ഒരു നെക്സ്റ്റ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ വരും. നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്തു കഴിയുമ്പോൾ വീണ്ടും ഒരു പാസ്വേഡ് വയ്ക്കുക. ഈ പാസ്വേഡ് വൈഫൈ പാസ്വേഡ് അല്ല, നമ്മുടെ ഈ ഒരു ആപ്ലിക്കേഷനിലോട്ട് കയറാനുള്ള, അതായത് ഈ ഒരു ആപ്ലിക്കേഷനിൽ കയറിയാലാണ് ഈ റൂട്ടർ ആക്സസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ആ ഒരു ആപ്ലിക്കേഷനിൽ കയറാനുള്ള പാസ്വേഡാണ് നിങ്ങളുടെ അടുത്ത് ചോദിക്കുന്നത്. അപ്പോൾ അതും നിങ്ങൾക്ക് ഒരു ടഫായിട്ട് തോന്നുന്ന നിങ്ങൾക്കൊരു പറ്റുന്ന ഒരു പാസ്വേഡ്, മറക്കാത്തൊരു പാസ്വേഡ് അതിനും എൻ്റർ ചെയ്യുക. ഇത് ഞാൻ ജസ്റ്റ് ഒരു ടെസ്റ്റിന് വേണ്ടി അടിക്കണമെന്നുള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ളൊരു പാസ്വേഡ് ആൽഫബറ്റിക്കും ന്യൂമറിക്കലും സ്പെഷ്യൽ ക്യാരക്ടേഴ്സൊക്കെ വെച്ചിട്ടുള്ള നല്ലൊരു ടഫായിട്ടുള്ളൊരു പാസ്വേഡ് തന്നെ ഇടുക. കാരണം ഈ റൂട്ടർ പേജിൽ കയറിയിട്ടാണ് ബാക്കിയുള്ള സെറ്റിങ്സൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടത്. അതായത് അതിനെ അപ്പോൾ ഒരു ശക്തമായിട്ടുള്ളൊരു പാസ്വേഡ് തന്നെ ഇട്ടിട്ട് നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നോക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അപ്പോൾ അത് അടിച്ചു കൊടുക്കുക. അടിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ അതിൻ്റെ താഴത്തും അതിൻ്റെ താഴത്തും നെക്സ്റ്റ് എന്നൊരു ഓപ്ഷൻ കാണും. അപ്പോൾ അതിലും നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്തു കഴിയുമ്പോൾ ഈ ഒരു റൗട്ടറിൻ്റെ പേര് എഴുതി കാണിക്കും. പേര് നമ്മൾ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല, ആ ഒരു R15 തന്നെയാണ്. സോ അത് കഴിഞ്ഞ ശേഷം നമ്മൾ നെക്സ്റ്റ് കൊടുക്കുമ്പോൾ ഇതുപോലെ കോൺഫിഗറേഷൻ ആവും. കോൺഫിഗറേഷൻ ആകുമ്പോൾ ജസ്റ്റ് നോർമലി നമ്മൾ വെയിറ്റ് ചെയ്ത പോലെ തന്നെ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പാസ്വേഡ് നമ്മൾ കൊടുത്തിരിക്കുന്ന ഡിവൈസിൻ്റെ പാസ്വേഡ് എന്താണ് കൊടുത്തിരിക്കുന്നത്, അതിൻ്റെ പേരെന്താണ് കൊടുത്തിരിക്കുന്നത്, വൈഫൈയുടെ പേരെന്നും പാസ്വേഡ് എന്താണ്, അപ്പോൾ അതൊക്കെ നമ്മളവർ കൺഫേം ചെയ്യാൻ വേണ്ടി ഒരു പ്രാവശ്യം കൂടി ഒന്ന് കാണിക്കുക. അപ്പോൾ ഒന്നുകൂടി ഒന്ന് നെക്സ്റ്റ് കൊടുക്കുക. കൺഫേം നമ്മളൊന്ന് വായിച്ചു നോക്കിയതിന് ശേഷം കറക്റ്റാണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ഒന്നുകൂടി ഒന്ന് അതിൻ്റെ നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ ആ നെക്സ്റ്റ് കൊടുക്കുമ്പോൾ ഇതുപോലെ കുറച്ച് ടൈം എടുക്കും. ഇത് എടുക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കോൺഫിഗറേഷൻ ആകുന്ന ഒരു ടൈമാണ് എടുക്കുന്നത്. അതായത് ഈ ഒരു പേരും പാസ്വേഡും നമ്മൾ കൊടുത്ത SSIDയും പാസ്വേഡും ഈ ഒരു റൂട്ടറിലോട്ട് അത് കോൺഫിഗറേഷൻ ആകുന്നൊരു ടൈമാണ്. അപ്പോൾ ഈ ഒരു ആകുന്ന ടൈമിൽ നമുക്ക് കാണാൻ സാധിക്കും അതിൻ്റെ മോഡത്തിൽ നമ്മുടെ റൂട്ടറിൽ, അതായത് ഈ വെച്ചേക്കുന്ന R15 റൂട്ടറിൽ ഓരോ ലൈറ്റുകളായിട്ട് ഇപ്പോൾ കാണാം. പവർ ലൈറ്റ് വെച്ച് ബാക്കി എല്ലാ ലൈറ്റും കംപ്ലീറ്റ് ആയിട്ട് പോയി. ഇനിയിപ്പോൾ ഓരോ ലൈറ്റായിട്ട് ഇതിനകത്തുനിന്ന് വരാൻ തുടങ്ങും. അതായത് കോൺഫിഗറേഷൻ ആകുന്നതനുസരിച്ചാണ് ഓരോ ലൈറ്റായിട്ട് വരുന്നത്. അപ്പോൾ കോൺഫിഗറേഷൻ നോർമലി കുറച്ച് ടൈം എടുക്കാറുണ്ട്. അപ്പോൾ അത്ര നേരം വെയിറ്റ് ചെയ്യുക, അത് ഡിസ്കണക്ട് ചെയ്യാതിരിക്കുക, ഓഫ് ചെയ്യാതിരിക്കുക. അത്ര നേരം ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് ഈ ഓരോ ലൈറ്റായിട്ട് വരുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഒരു ലൈറ്റും കൂടി വന്നിട്ടുണ്ട്, അടുത്ത ലൈറ്റ് വന്നു. ഇങ്ങനെ ഓരോ ലൈറ്റായിട്ട് വരും. അതായത് ഒരു 4 ലൈറ്റും അതായത് വൈറ്റ് കളറിൽ തന്നെ വരുന്നതാണ് ഈ ഒരു മോഡത്തിൻ്റെ, അതായത് ഈ ഒരു R15 വൈഫൈ 6ൻ്റെ ഈ ഒരു R15ൻ്റെ മോഡലിൻ്റെ ഐഡിയൽ പൊസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു 4 ലൈറ്റും വൈറ്റ് വന്നു കഴിഞ്ഞു. അപ്പോൾ അത് ചാലുവായി, അതായത് ഓട്ടോമാറ്റിക്കലി നമ്മൾ കൊടുത്ത SSIDയിലും പേരിലും അത് കോൺഫിഗറേഷനായി, റൂട്ടർ കോൺഫിഗറേഷനായി. അപ്പോൾ ഇത് തൊന്നുകൊണ്ടിരുന്ന അലവ് ചോദിക്കുന്നുണ്ട്, അതായത് വൈഫൈ കണക്റ്റ് ആയിക്കോട്ടെ എന്നുള്ളതാണ്. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി തന്നെ കണക്റ്റ് ആയിക്കോളൂ. അപ്പോൾ അതായത് നമ്മൾ രണ്ടാമത് പേരും പാസ്വേഡ് അടിച്ച് കണക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. അപ്പോൾ കൺഗ്രാജുലേഷൻസ് എന്ന് പറഞ്ഞ് നമ്മുടെ അടുത്തത് കാണിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് ആ ഒരു നമ്മുടെ ഫോണിൽ ഇതിപ്പോൾ ഫിനിഷ് കൊടുത്താൽ മതി. നമുക്ക് ഫിനിഷ് കൊടുത്തു കഴിയുമ്പോൾ ഇതിനകത്ത് കാണിക്കും, ഇതിനകത്ത് ഇപ്പോൾ R15 സെലക്ട് ആയിരിക്കുന്നത് കാണിക്കും. ഇനിയും നമുക്ക് ഇതിനകത്ത് ഡിവൈസസ് ആഡ് ചെയ്യാൻ പറ്റും. ഈ ആപ്ലിക്കേഷനിൽ ഇനിയും ഡിവൈസസ് ആഡ് ചെയ്ത് നമുക്ക് ആ ഒരു നെറ്റ്വർക്കിനുള്ളിൽ തന്നെ, അതായത് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഉള്ളിൽ തന്നെ ഡിവൈസസ് ആഡ് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ ഒരു അപ്ഡേഷൻ ചോദിക്കുന്നുണ്ട്, അതിപ്പോൾ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കത് പിന്നീട് എപ്പോഴാണെന്ന് വെച്ചാൽ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഈ ഒരു ചാലുവായോ നമുക്ക് നോക്കാം. ഇതിൻ്റെ വൈഫൈ സെറ്റിങ്സ് എടുത്ത് നോക്കാം. വൈഫൈ സെറ്റിങ്സ് എടുത്ത് നോക്കുമ്പോൾ R15 എന്നാണ് നമ്മൾ പേര് കൊടുത്തിരുന്നത്. നിങ്ങൾക്കിവിടെ കാണാം R15 റൂട്ടറിൽ ഓൾറെഡി ഒരു ഡുവൽ ബാൻഡ് റൂട്ടറാണിത്. ആ ഒരു റൂട്ടറിൽ ഓൾറെഡി നെറ്റ് കണക്റ്റഡായി. വേറെ നമ്മളൊന്നും ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല, ഓട്ടോമാറ്റിക്കലി തന്നെ കണക്റ്റഡായി. സോ ഇങ്ങനെയാണ് ഒരു വയേർഡായിട്ട് കോൺഫിഗറേഷൻ ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഒരു വയർലെസ് ആയിട്ട് കോൺഫിഗറേഷൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിപ്പോൾ നമ്മൾ കണ്ടു, വയേർഡായിട്ട് വളരെ സിമ്പിളായിട്ട് തന്നെ നമ്മൾ ആ ഒരു കോൺഫിഗറേഷൻ ചെയ്തു. ഇനിയിപ്പോൾ വയേർഡായിട്ട് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അതായത് വയേർഡായിട്ട് ചെയ്യുമ്പോഴും ഈ പറഞ്ഞ പോലെ തന്നെ ആ ഒരു സെറ്റപ്പിൽ ആ ഒരു പ്ലസ് കൊടുക്കുക. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ആപ്ലിക്കേഷനിൽ ആ ഒരു ആഡ് ഡിവൈസ് കൊടുക്കുക. അപ്പോൾ ഒരു സ്കാൻ ചെയ്യാനുള്ള ബട്ടൺ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു സ്കാൻ ചെയ്യാനുള്ളൊരു ബട്ടൺ വരും, ആ ഒരു ഓപ്ഷൻ വരും. അവിടെ സ്കാനിങ് കൊടുക്കുക. ആ സ്കാനിങ്ങിൽ നമ്മളത് സ്കാൻ ചെയ്യാം. സ്കാൻ ചെയ്ത് കഴിയുമ്പോൾ അത് സെയിം ഓപ്ഷൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ആ ഒരു സെറ്റ് ആസ് റൂട്ടർ അല്ലെങ്കിൽ സെറ്റ് ആസ് എക്സ്റ്റൻഡർ എന്നുള്ള ഓപ്ഷൻ വരും. അതിനകത്ത് നമ്മൾ ഇത്തവണ സെലക്ട് ചെയ്യുന്നത് എക്സ്റ്റൻഡറായിട്ട് കോൺഫിഗറേഷൻ ചെയ്യാനായിട്ടാണ്. സോ അതിനകത്ത് സെറ്റ് ആസ് എ എക്സ്റ്റൻഡർ എന്നുള്ളൊരു ഓപ്ഷൻ നമ്മളിപ്പോൾ സെലക്ട് ചെയ്തു.
ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അപ്പോൾ അതിനകത്തും ഇതുപോലെ തന്നെ നമ്മൾ കുറേ ഓപ്ഷൻ നമ്മുടെ അടുത്ത് കുറേ ട്യൂട്ടോറിയൽ പോലെ കാണിക്കുക, അതായത് നമ്മൾ ഏത് സ്ഥലത്ത് റൂട്ടർ വയ്ക്കണം, എങ്ങനെ വയ്ക്കണം എന്നൊക്കെ ഉള്ളതിനാണ്. അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് ജസ്റ്റ് വായിച്ച് നോക്കിയിട്ട് നെക്സ്റ്റ് അടിക്കുക. പിന്നെ ഇപ്പോൾ ഈ ഒരു റൂട്ടർ ഈ നെറ്റ് ലിങ്കിൽ നിന്ന് നമ്മൾ ഈ ഒരു വയർ ഡിസ്കണക്ട് ചെയ്യാൻ പോകണം. അതായത് നെറ്റ് കേബിൾ നമ്മൾ കണക്ട് ചെയ്തത് വയേർഡായിട്ട് ചെയ്യാനായിട്ടാണ് ഇത് കണക്ട് ചെയ്തിരുന്നത്. ഇപ്പോൾ വയർലെസ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കേബിൾ നമ്മളിവിടുന്ന് അൺപ്ലഗ് ചെയ്യുകയാണ്. കാരണം വെച്ചാൽ വയേർഡായിട്ട് നമുക്കിവിടെ കണക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളിപ്പോൾ ഇത് വയർലെസ് ആയിട്ടാണ് കോൺഫിഗറേഷൻ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു കേബിൾ ഞാനിപ്പോൾ ഡിസ്കണക്ട് ചെയ്തിരിക്കുകയാണ്. കേബിളിൻ്റെ ആവശ്യം അവിടെ ഇല്ല, കാരണം നമ്മളിപ്പോൾ വയർലെസ് ആയിട്ടാണ് ഇത് കോൺഫിഗർ ചെയ്യുന്നത്. അപ്പോൾ നെറ്റ് ലിങ്കിൽ നിന്നുള്ള ആ ഒരു വയർ ഞാനിവിടെ ഡിസ്കണക്ട് ചെയ്തു. ഇനിയിപ്പോൾ ഇവിടെ നെക്സ്റ്റ് കൊടുക്കുക. ഇപ്പോൾ നമുക്ക് 2-3 ഓപ്ഷൻസ് ഇതുപോലെ തന്നെ വരും നമ്മുടെ ട്യൂട്ടോറിയൽ പോലെ. ഏത് പൊസിഷനിൽ വെക്കണം, എത്ര എണ്ണം ആഡ് ചെയ്യണം എന്നുള്ളതൊക്കെയാണ്. അപ്പം തൽക്കാലം നമ്മൾ ഈ ഒരെണ്ണം മാത്രം ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഇത്ര ഡിവൈസസ് വേണമെങ്കിൽ ആഡ് ചെയ്ത് ഒരു മെഷിൻ്റെ പോലെ ആ ഒരു മെഷ് സിസ്റ്റം പോലെ വർക്ക് ചെയ്യാനായിട്ടും ഈ ഒരു Wi-Fi 6 R15 എന്ന് പറഞ്ഞാൽ ഡീലിങ്ങിൻ്റെ ഈ ഒരു റൂട്ടറിൽ സാധിക്കും. ഇനി ഇവിടെയും ഇത് നമുക്ക് കാണിച്ചേക്കുന്നതാണ് ട്യൂട്ടോറിയൽ പോലെ ആ ഒരു മെഷ് സിസ്റ്റം എങ്ങനെ സെറ്റ് ചെയ്യണമെന്നൊക്കെ ഉള്ളത്. ജസ്റ്റ് വായിച്ച് നോക്കുക, അതിന് നെക്സ്റ്റ് കൊടുക്കുക, എല്ലാം നെക്സ്റ്റ് കൊടുക്കുക. ഇനിയിപ്പോൾ നമ്മുടെ മോഡം പവർ ഓൺ ആണോ, റൂട്ടർ പവർ ഓൺ ആണോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. കാരണം രണ്ടും പവർ ഓൺ ആവണം. അപ്പോൾ അത് കഴിഞ്ഞ് നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്തു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ഒരു വൈഫൈ നമ്മൾ കണക്റ്റ് ആവും. അതായത് ഈ ഒരു റൂട്ടറിൻ്റെ വൈഫൈയുമായിട്ട് അത് പെയർഡ് ആവും, കാരണം നമ്മളത് സ്കാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ റൂട്ടറിൻ്റെ ഒരു വൈഫൈയുമായിട്ട് ഇപ്പോൾ അത് കണക്റ്റായി. ഇനിയിപ്പോൾ നമുക്കുള്ളത് എക്സ്റ്റെൻഡ് ചെയ്യേണ്ട ആ ഒരു വൈഫൈനെ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഇതിങ്ങനെ കുറച്ച് നേരം നമ്മൾ ആ ഒരു സെർച്ച് ചെയ്യും. അതായത് നമ്മുടെ നിയറസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അടുത്തുള്ള വൈഫൈകൾ, മോഡത്തിൻ്റെ വൈഫൈ ഏതൊക്കെയാണെന്ന് ആണ് ഇപ്പോൾ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സെർച്ച് ചെയ്തതിന് ശേഷം ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. അതായത് ഇപ്പോൾ നിയറസ്റ്റ് ആയിട്ടുള്ള വൈഫൈകളുടെ പേരുകൾ ഇപ്പോൾ തന്നെ വരും. അതായത് നമ്മൾ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ കാണുന്നതൊക്കെയാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള വൈഫൈസ്. അതായത് നെറ്റ് ലിങ്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ തൊട്ടടുത്തിരിക്കുന്ന ഇപ്പോഴാണ് മോഡം ഉണ്ട്. അപ്പോൾ ആ മോഡത്തിൻ്റെയാണ് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഏതിൻ്റെയാണോ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിൻ്റെ ആ ഒരു പേര് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ നെറ്റ് ലിങ്ക് ആണ്. നെറ്റ് ലിങ്ക് ആകുമ്പോൾ ജസ്റ്റ് നമുക്ക് അത് നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ ആ ഒരു പാസ്വേഡ് ചോദിക്കും. നെക്സ്റ്റ് കൊടുക്കുമ്പോൾ പാസ്വേഡ് ചോദിക്കും. ഈ പാസ്വേഡ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഏതിൻ്റെയാണോ എക്സ്റ്റെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ നെറ്റ് ലിങ്ക് മോഡമാണ് ഇവിടെ സെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഏതിൻ്റെയാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ആ പാസ്വേഡ് വേണം നമ്മളിവിടെ അടിച്ചു കൊടുക്കാനായിട്ട്. പാസ്വേഡ് അടിച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്തു കഴിയുമ്പോൾ നേരത്തെ പോലെ തന്നെ വീണ്ടും ഒരു പാസ്വേഡ് ചോദിക്കും. ഇത് ഈ ആപ്ലിക്കേഷൻ്റെ പാസ്വേഡാണ്. അതായത് ഈ ആപ്ലിക്കേഷനിലോട്ട് കയറാനുള്ളൊരു പാസ്വേഡാണ് അവിടെ ചോദിക്കുന്നത്. അപ്പോൾ ആ ഒരു പാസ്വേഡും നമ്മൾ അടിച്ചു കൊടുക്കുക. അപ്പോൾ അത് സിമ്പിളായിട്ട് തന്നെയാണ് ഇത് കണക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് അടിച്ചു കൊടുത്തു കഴിയുമ്പോൾ തന്നെ അത് ഫിനിഷ് ആവും. ഓട്ടോമാറ്റിക്കലി നമുക്ക് ആ ഒരു വൈഫൈയിൽ കണക്റ്റ് ആവുകയും ചെയ്യും. അല്ലെങ്കിൽ നമുക്ക് തന്നെ മാനുവലി കണക്ട് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഈ ഒരു റൂട്ടർ ആ ഒരു വയർലെസ് ആയിട്ട് തന്നെ വർക്ക് ചെയ്യുകയും ചെയ്യും. ഇതൊരു സിമ്പിളായിട്ട് തന്നെ ചെയ്യാം. നമുക്ക് ഈ ഒരു വയർലെസ് ആയിട്ടും ആക്ടിവേഷൻ ചെയ്യാവുന്നതാണ്. വയർലെസ് ആയിട്ടും ഈ റൂട്ടറിനെ ഉപയോഗിക്കാവുന്നതാണ്. സോ ഇതിൻ്റെ മേടിക്കാനുള്ള, അതായത് ഈ ഒരു റൂട്ടറിൻ്റെ R15ൻ്റെ Wi-Fi 6ൻ്റെ ലിങ്ക്, ഒരു പ്രൊഡക്റ്റ് ലിങ്ക്, ആമസോണിൻ്റെ പ്രൊഡക്റ്റ് ലിങ്ക് ഞാൻ ടാഗ് ചെയ്തേക്കാം, കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കാം, എൻ്റെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം. സോ നിങ്ങൾക്ക് അവിടെ നിന്ന് കയറി അത് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഈ ഒരു മോഡൽ പർച്ചേസ് ചെയ്യാവുന്നതാണ്. സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ വാട്സപ്പായിട്ടും ചോദിക്കുക, ഞാൻ അതിൻ്റെ ഉത്തരം പറഞ്ഞു തരുന്നതായിരിക്കും. സോ വീഡിയോ കണ്ടതിന് നല്ല ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്തരം ടെക്നിക്കലായിട്ടുള്ള വീഡിയോസൊക്കെയാണ് ഞാൻ ഇവിടെ ഈ ഒരു ചാനൽ അവതരിപ്പിക്കുന്നത്. സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.